എടാ മോനെ സ്ക്രാപ്പേ ഇതൊക്കെയുണ്ട്. ആടാ എന്തായി? ഒരു വിവരമില്ല. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ പോണു. കുട്ടി അമ്പോ അബ്സല്യൂട്ട് കണ്ടടാ ചെക്ക ഒന്നാം തീയതി ആയിട്ട് സാധനം കൊണ്ടുവന്നില്ലേ? എന്താ നനഞ്ഞിരിക്കണേ? അത് വന്ന വഴിക്ക് മഴ കൂടുതലാണ്. തുടങ്ങാലേ? ഇന്ന് രാത്രി എത്തിയ ആടാ ഇന്നലെ ഇവൻ വെറുതെ തള്ളണതാടാ. ഇത് ഇന്നലെ നേരത്തെ എത്തിയതാ. ഞാൻ ഇന്നലെ അവന് പിക്ക് ചെയ്യാൻ ചെന്നപ്പോ അവൻ സിഗ്നൽ ജംഗ്ഷനിൽ നിൽക്കണു. ഫ്ലൈറ്റ് ഇപ്പൊ എന്താ സിഗ്നൽ ജംഗ്ഷൻ വരില്ല. ഇന്ന് പോയാടോ ഒന്ന്. അതിലടാ നമ്മുടെ ഒരു കമ്പിക്കാരൻ കൂടെ ഉണ്ടായിരുന്നടാ. അവൻ എന്നെ എവിടേക്ക് ആക്കി തന്നു. പിന്നെ കൂട്ടുകാരനുള്ള നിന്നെ നടുറൂട്ട് ഇറക്കി വിട്ടണേ. നീ വെറുതെ തള്ളലടാ. നിന്നെ ഞാൻ ഇന്നൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. ഇവൻ ഏതോ പെണ്ണായിട്ട് ഇന്നലെ പരിപാടിയായിരുന്നു. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നവ അഭിനയിക്കുക. ഓൻ പറ എന്നാ പെഗ്ഗൊന്നും അയച്ചു തരും. കണ്ട വിഷയം മാറ്റണ്ട. എടാ വെള്ളം എങ്ങനെയാ കൊച്ചു നശിപ്പിക്കുന്ന? എടാ നീ ആ ക്ലാസ് തന്നെ എന്തോ ആദ്യമായിട്ട് കൂടണ പോലെയാണ് അവന്റെ ചോദ്യം. എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോട്ടാ. ഡാ നീ വെള്ളം കഴിച്ചോടിക്കാൻ തുടങ്ങിയാ? അതും നല്ലതാ. കരള് വെറുതെ വാട്ടണ്ട. അപ്പൊ എങ്ങനെയാ കുടിച്ചാലാ? എടാ എനിക്കൊരു പെഗ് വയ്ക്ക്. എന്നെ ഒന്ന് വിളിക്കാനായിട്ട് ആരും ഇല്ലടേ. നീ പുതിയ ഫോണൊക്കെ എടുത്തതാ? നീ കണ്ടില്ലായിരുന്നല്ലേ? നോക്കട്ടെ. ജനുവരി എടുത്തടാ. ലോക്ക് എത്രടാ? 2424. സാധനം കൊള്ളാട്ടാ. എത്രയാടാ? കുറച്ച് ഫണ്ടായടാ. അല്ലടാ ഞാൻ ജനുവരി നിന്നോട് കുറച്ച് ഫണ്ട് മറക്കാൻ വെച്ചപ്പോ നിനക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ പറഞ്ഞു. എടാ അത് അവളെടുത്ത ഫോണടാ. എൻ്റെ കയ്യിൽ ആ സമയത്ത് കുറച്ച് ഫണ്ട് ഇഷ്യൂ ആണ്. അത് വിടറാ. നിനക്ക് എങ്ങനെയാ ഒഴിക്കട്ടെ? ആടാ ഇവന്റെ കഴിഞ്ഞല്ലടാ അത്ര നേരമായിട്ട്. അവൻ വന്നോളും. നീ അടിക്ക്. അവൻ്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അതായിരിക്കും. എടാ നീ കഴിഞ്ഞ വട്ടം വന്നപ്പോ രാത്രി എന്നെ കൊണ്ട് ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയില്ലേ? അവളായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടാ? ഏതൊരു കോണ്ടാക്റ്റും ഞാൻ ഈ മണ്ണിൽ നിന്ന് കയറുന്നവർ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ അവളെ ആഗ്രഹിച്ച ഒരു ഉത്തമ ഭർത്താവാ. പിന്നെ 2-3 കോള് കഴിഞ്ഞ കോണ്ടാക്റ്റും ഞാൻ കീപ്പ് ചെയ്യാറ്. നിന്റെ ഒക്കെ വരാം. ഞാൻ ഫോട്ടോ എങ്കിലും ഒന്ന് കാണിച്ചു തരും. അത്രയ്ക്കൊന്നും നീ വളർന്നിട്ടില്ല. എന്താ പറയാ ഒരു കോളിന് ഇത്ര നേരം? അത് താഴേന്ന് രൂപ വിളിച്ച് വണ്ടി മല കൊടുക്കാൻ പോയതാണ്. അല്ല ഇവിടെ എന്തായി? ഇവൻ വെറും ഇവന്റെ കയ്യിലുള്ള 1-2 പെണ്ണുങ്ങളെ മുട്ടിച്ചേരാൻ പറഞ്ഞാ പുള്ളിക്ക് പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഫോട്ടോ എങ്കിലും കാണിച്ചു തരാൻ പറഞ്ഞാ അതും പറ്റില്ല. പിന്നെ ഞാൻ നിന്റെയൊക്കെ മാമയല്ലേ? ഇനി പോയേടൊന്ന് കണ്ട ഇവ ഇന്നലെ രാത്രി നല്ല എത്തിയത്. ഇന്നലെ നേരത്തെ എത്തി എവിടെയോ പോയി പണി നടത്തിയിട്ടുണ്ട്. അല്ലെ സത്യം പറയട്ടെ. പിന്നെ എന്ത് സത്യം പറയാൻ? നീ അടുത്ത പെഗ് ഒഴുക്കി. അതൊക്കെ ഞാൻ ഒഴിക്കാം. നീ സത്യം പറ, ഇന്നലെ നേരത്തെ എത്തിയില്ലേ? പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഫോട്ടോയിലും കാണിക്കും. ഇതെന്താ ട്രൂത്ത് ഓർ ഡെയർ ആണോ? സത്യം പറയണ അല്ലെങ്കിൽ നീ പറയണ പോലെയൊക്കെ ചെയ്യാനായിട്ട്? അപ്പൊ ട്രൂത്ത് ഓർഡർ കളിച്ചാലോ? മൂടായിരിക്കും. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നീയും പറ്റായ? ഞാൻ റെഡി. എന്നാ ഞാൻ റെഡി.
ഞാൻ തുടങ്ങാം. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. നീ ചോദിക്കടാ. നീ ഇന്നലെ നേരത്തെ വന്നല്ലേ? ആ പെണ്ണായിട്ട് എന്തോ പരിപാടിയില്ലായിരുന്നു. നീ വന്നപ്പോ തുടങ്ങിയതാണല്ലോ. ശരി, ഞാൻ രാവിലെ എത്തിയതാ പോരെ. കണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ അറിഞ്ഞൂടാ മോനെ. അത് കഴിഞ്ഞില്ലേ ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. നിനക്ക് ഒറ്റ സ്ട്രെച്ചിന് 3 പേർക്ക് അടിക്കാൻ പറ്റും. ഒന്ന് പോടാ. ഡെയർ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരുമാതിരി ഇത്ര നേരമായിട്ട് അവനതല്ലേ ചെയ്തിരിക്കണേ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എണ്ണിപ്പോ കണ്ട വെറുതെ ഒരു ഡയർ കളഞ്ഞില്ലേ? നീ ഞാനല്ലേ ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. നിന്നോട് ട്രൂത്ത് ഏതാ ചോദിക്കാ? ട്രൂത്ത് ട്രൂത്ത് ട്രൂത്ത്. ഇല്ലടാ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാ? എല്ലാം എൻ്റെ അത്യാഗ്രഹമായിരുന്നല്ലേ, ഒറ്റയടിക്ക് കാശുകാരനാവാൻ. അച്ഛനാണെങ്കിൽ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അറ്റാക്ക് വന്ന് പോയി. ശ്രുതിയാണെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കണ്ടെന്നും പറഞ്ഞ് കൊച്ചിനായിട്ട് ഇറങ്ങിപ്പോയി. ഇത് വിടറാ. ഏയ് അത് വിടറാ, നീ പെട്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ. അത് വിടറാ, നീ പിന്നെ ഏത് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ നമുക്ക് കളിക്കാം. ഇനി ഞാനല്ലേ ട്രൂത്ത് ഓർ ഡെയർ? ഡയർ. ഡാ, നിന്റെ മൂഡ് മാറ്റാൻ ഒരു വഴിയുണ്ട്. നീ ഡെയർ അല്ലേ പറഞ്ഞേ? നിന്റെ ഫോണിലാ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അത് ശരി. എടാ ഇത് എന്റെ പുതിയ ഫോണാ, ഇതില് ഫോട്ടോസ് ഒന്നും ഇല്ല. എടാ നോക്കിക്കോ. ഞാൻ നോക്കട്ടെ. 24 നല്ല പാസ്വേഡ്. എന്തായി? ഒന്നുമില്ല, തന്നേക്ക്. ഞാൻ ആരാ മോൻ? വാട്സപ്പ് ഡി പി വെച്ച് ഞാൻ പൊക്കൂലേ. വാട്സപ്പ് ഓപ്പൺ ചെയ്യരുത്. വാട്സപ്പ് ഓപ്പൺ ചെയ്യരുത്. അപ്പൊ എന്താണോ നോക്കണം? എടാ ഇന്നലെ കൊണ്ടുപോയി സുബീനാണല്ലേ? വിശ്വസിച്ച് എങ്ങനെ കുടുംബത്തിൽ കയറ്റാ? നമുക്കവിടെ തെറ്റ് പറ്റിയ ഇവനൊന്നേ കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല. നീ അത് വിട്. ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഹലോ. എടാ സീനായില്ല, സ്റ്റോക്ക് മൊത്തം ക്രാഷ് ആയടാ. എന്നിട്ട് ഫണ്ട് പോയാ? ദൈവം കൂടി ഉണ്ട്. ഫണ്ട് പോണതിന് മുന്നല്ല ഞാൻ തിരിച്ചെടുത്തു. പിന്നെന്താ ഫണ്ട് കിട്ടിയില്ല, ലാഭില്ലെന്നല്ലേ ഉള്ളൂ. അതല്ലടാ, ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് പ്രതീക്ഷിച്ചേ ഞാൻ കുറച്ച് ഫണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ മറച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ ചെയ്യാ? നിന്റെ 10 എന്റെ 10 ഞാൻ തിരിച്ചിടാം. പക്ഷെ സ്ക്രാപ്പിന്റെ ഇട്ട് അത് 50-50. അല്ല അവനൊന്നും അറിഞ്ഞിട്ടില്ല, കഷ്ടപ്പാട് പോലെ നമ്മുടെ ആയിരുന്നില്ലേ. എന്തൊക്കെയാണ് പറയണ? അപ്പൊ അവനോട് എന്ത് പറയും? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ എന്റെ കൂടെ എന്നാ മതി. നീയൊക്കെ എന്റെ കുടുംബത്ത് കയറിയാണ് കളിച്ചത്. നിന്റെ പൈസ കിട്ടുമ്പോ തരും. ഇതൊന്നും ചലക്കാൻ നിക്കല്ലേ, ഇറങ്ങിക്കോ.
ലാസ്റ്റ് ട്രൂത്തോടെ നിനക്ക് വേണ്ടി വന്നപ്പോ ഒഴിച്ചു വെച്ചേക്കണ പെഗ്ഗ നീ ഇതുവരെയായിട്ട് അടിച്ചിട്ടില്ല. ഇത് വെറും മതി മാത്രമായിരുന്നു. ടേസ്റ്റ്ലെസ് പോയിസൺ. നിനക്കൊക്കെ അത് കിട്ടിത്തന്നിട്ടുണ്ടാവുമല്ലോ. അവന് കിട്ടി. അവനിനെ അവിടെ നിന്ന് വരില്ല. നീ എണിക്കാൻ നോക്കണ്ട, ഇത് വീടും. നീയൊക്കെ വിളിക്കുമ്പോൾ കുപ്പിയായിട്ട് ഓടി വരാൻ ഞാൻ മണ്ടനാണെന്ന് വിചാരിച്ചു. പ്രാപ്പല്ലടാ പണി. ഇരുമ്പും തുരുമ്പൊക്കെ തിരിച്ചറിയാൻ കുറച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടെ ചതിക്കോടാ. കൂടെ നിന്ന് ചതിച്ചവൻ ഞാൻ.